ആര് വേണമെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കോട്ടെ, ലോകത്തുള്ള എല്ലാ ആളുകളും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കോട്ടെ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിൽ ഇന്നത്തെ ടോക്ക് പ്രധാനമായിട്ടും സഞ്ജു സാംസനെ കുറിച്ചാണ്. പക്ഷെ എന്നാലും ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു ചരിത്ര ദിനമായിരുന്നു ഇന്നലെ സംഭവിച്ചത്. തുടർച്ചയായിട്ട് 2 തവണ T20 ലോക കിരീടം നേടുക എന്നുള്ളത് ചെറിയൊരു നേട്ടമൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ ടീമുകൾ മത്സരിക്കുന്ന ഒരു ടൂർണമെൻറ്റിൽ വീണ്ടും വീണ്ടും കിരീടം നേടുക എന്ന് പറയുന്നത് ഒരു ടീമിൻ്റെ കഴിവിനെയും സ്ഥിരതയും ആത്മവിശ്വാസത്തെയും തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യം അഭിനന്ദിക്കേണ്ടത് മുഴുവൻ ഇന്ത്യൻ ടീമിനെയാണ്. അവർ ഒത്തൊരുമിച്ചാണ് കളിച്ചത്. ബുംറയുടെ ബോളിംഗ് വളരെ കൃത്യതയുള്ളതായിരുന്നു. അതുപോലെ ഇഷാൻ കിഷൻ്റെ ആക്രമണ സ്വഭാവത്തിലുള്ള ബാറ്റിംഗ്, അഭിഷേക് ശർമ്മയുടെയും ദൂബയുടെയും ഒക്കെ ബാറ്റിംഗ് നമ്മൾ കണ്ടതാണ്. വളരെ നല്ലവണ്ണം ചില നിർണായക സമയത്ത് അവർ കളിക്കുകയുണ്ടായി. സൂര്യകുമാറും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ക്യാപ്റ്റൻസിയും അദ്ദേഹം ചെയ്തു. ഇന്ത്യ വീണ്ടും ലോക കിരീടം സ്വന്തമാക്കിയത് ഇവരെല്ലാവരും കൊണ്ട് തന്നെയാണ്. ഒരു താരത്തിൻ്റെയും പരിശ്രമത്തിനെ നമ്മൾ കുറച്ച് കാണുന്നില്ല. ലോക ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് 2 തവണ ലോകകപ്പ് നേടുന്ന ടീമായിട്ട് ഇന്ത്യ ഇന്ന് അഭിമാനത്തോടെ നിലകൊള്ളുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇന്ത്യയുടെ ഈ വിജയത്തിൽ മലയാളികളുടെ ഒരു പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒറ്റൊരു പേര് മാത്രമേ ഉള്ളൂ, സഞ്ജു സാംസൺ. ഇന്നൊരു സംസ്ഥാനത്തിൻ്റെ അഭിമാനം മാത്രമല്ല അദ്ദേഹം, ഒരു ജനതയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ആളുകൾ മൊത്തം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ സഞ്ജു സാംസണെ കുറിച്ചാണ്. ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്ന് ലോകകപ്പ് വിജയത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായി അദ്ദേഹം മാറിയെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പല ആളുകൾക്കും അതൊരു പ്രചോദനമാണ്. ലോകകപ്പിന് മുമ്പ് നടന്ന മത്സരങ്ങളിൽ ന്യൂസിലൻഡിനെതിരെയാണ് സഞ്ജു കളിച്ചത്. അന്ന് അദ്ദേഹത്തിന് നല്ലോണം കളിക്കാനായിട്ട് കഴിഞ്ഞില്ല. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കളിയിലും അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. ആ കളിയിടയിൽ വെച്ച് വിക്കറ്റ് കീപ്പർ ഗ്ലൗസ് മാറ്റി അദ്ദേഹത്തിനെ ഫീൽഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. അതിനുശേഷമുള്ള കളികളിലും അദ്ദേഹം കളിച്ചില്ല. പലരും ചോദിച്ചു സഞ്ജുവിന് സ്ഥിരതയുണ്ടോ, അതുപോലെ ഇനി കളിക്കാനായിട്ടാകുമോ, അതുപോലെ തന്നെ ഒത്തിരി പേർ കുറ്റപ്പെടുത്തി സംശയിച്ചു. പക്ഷേ സഞ്ജു ഇതിന് മറുപടി കൊടുത്തത് ബാറ്റ് കൊണ്ടാണ്, അതുപോലെ വാക്കുകൾ കൊണ്ടല്ല. ലോകകപ്പിലെ നിർണായക മത്സരങ്ങളിൽ അവസരം ലഭിച്ച സമയത്ത് സഞ്ജു അതിനെ ഒരു സ്വർണ്ണ അവസരമാക്കി. വെസ്റ്റ് ഇൻഡീസിനെതിരെ അതിസുന്ദരമായിട്ടുള്ള ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചത്. 50 പന്തിൽ 97 റൺസ്. ക്രിക്കറ്റ് ആരാധകർക്ക് ഏറെ കാലം ഓർക്കുന്ന ഒരു പ്രകടനമായിട്ട് അത് മാറി. ഇന്ത്യക്ക് സെമി ഫൈനൽ വാതിൽ തുറന്നതും ആ ഇന്നിങ്സാണ്. പല വിക്കറ്റുകളും പോയപ്പോഴും അദ്ദേഹം അവിടെ നിന്ന് ഇന്ത്യൻ ടീമിനെ ജയിപ്പിച്ചു. സെമിയിലും ഫൈനലിലും സഞ്ജു തൻ്റെ ക്ലാസും ആത്മവിശ്വാസവും കൊണ്ട് വീണ്ടും തെളിയിച്ചു, ഞാനാണ് നമ്പർ 1. ഫൈനലിൽ 46 പന്തിലാണ് 89 റൺസ് അദ്ദേഹം നേടിയത്. അത് വിജയത്തിൻ്റെ അടിത്തറയായിരുന്നു. ഒരു ചെറിയൊരു കഥ ഞാൻ ഓർമ്മപ്പെടുത്താനായിട്ട് ഈ സമയത്ത് ഓർക്കുന്നു. ലോകകപ്പിന് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു മത്സരത്തിൽ ന്യൂസിലാൻഡിൻ്റെ ലോക്കി ഫെർഗൂസൺ എന്നുള്ളൊരു വ്യക്തി സഞ്ജുവിന് വിക്കറ്റ് എടുത്തിരുന്നു. സ്വന്തം നാട്ടിലെ ആരാധകരുടെ മുന്നിൽ ആ ദിവസം സഞ്ജു വളരെയധികം നിരാശനായിട്ടാണ് മടങ്ങിയത്. പക്ഷേ ഫൈനലിൽ അതേ ബോളറെ നേരിട്ടപ്പോൾ സഞ്ജു കാണിച്ചത് ഒരു വേറിട്ട കഥയായിരുന്നു. ആദ്യ പന്തിൽ തന്നെ 6. 7 പന്തുകളിൽ 27 റൺസാണ് ഫേസ് ചെയ്തത്. 3 6ഉം 2 4ഉം. അതും റൺസ് മാത്രമല്ല, അത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു തിരിച്ചുവരവായിരുന്നു. വെറും 5 മത്സരങ്ങളിൽ സഞ്ജു ലോകകപ്പിൻ്റെ ഗതി തന്നെ മാറ്റി. കളിച്ച 3 ഇന്നിങ്സുകളിലും ഇന്ത്യൻ ടോപ്പ് സ്കോററായി. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ എന്നും ഓർമ്മപ്പെടുന്ന അല്ലെങ്കിൽ ഓർക്കപ്പെടുന്ന ദിവസങ്ങളായി മാറി. വിമർശനങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടിയായിട്ട് അദ്ദേഹം കളിച്ചു തെളിയിച്ചു. എന്നെ വിലയിരുത്തേണ്ടത് അവസരങ്ങളിലൂടെ അല്ല, കഴിവിലൂടെയാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. എന്നാൽ സഞ്ജുവിൻ്റെ കഥയിൽ ഏറ്റവും വലിയ ഒരു പാഠമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. സഞ്ജു ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണില്ല. അദ്ദേഹം വളരെ ശാന്തനാണ്. ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ മോശമായിട്ട് പ്രതികരിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്നില്ല. വിമർശനങ്ങൾ വന്നപ്പോഴും ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയപ്പോഴും ആളുകൾ കുറ്റപ്പെടുത്തിയപ്പോഴും അദ്ദേഹം ഒരു കാര്യം മാത്രം ചെയ്തു, കൂടുതൽ പരിശീലനം. മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നിങ്ങൾ പല ഇൻ്റർവ്യൂവിലും നോക്കിയാൽ അറിയാം, എല്ലാവരോടും വിനയത്തോടാണ് അദ്ദേഹം മാനേജ് ചെയ്തത്. വളരെ ശാന്തതയാണ് ഒരു വലിയൊരു കളിക്കാരൻ്റെ ലക്ഷണമാണത്. പ്രതിസന്ധികളിലും ശാന്തത കൈവിടാതെ നിൽക്കുന്നവരാണ് ഒടുവിൽ വലിയ വലിയ വിജയങ്ങൾ നേടുന്നത്. ധോണിയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഇത് യുവാക്കൾക്ക് ഒരു വലിയൊരു സന്ദേശമാണ്. സഞ്ജു സാംസൺ ഈ നിലയിൽ എത്താനായിട്ട് ഒരു ദിവസമോ ഒരു വർഷമോ മാത്രമല്ല, ഏകദേശം 11 വർഷം നീണ്ട പരിശ്രമമാണ് അതിൻ്റെ പിന്നിൽ. പലതവണ ടീമിൽ നിന്ന് പുറത്തായി, പലതവണ വിമർശനം കേട്ടു, പലതവണ കുറ്റപ്പെടുത്തി, ഒരുപാട് മാസങ്ങൾ അവസരമില്ലാതെ പുറത്തിരുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹം മറ്റുള്ളവരല്ല കുറ്റപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിനെ അദ്ദേഹം കളഞ്ഞില്ല. പക്ഷേ അദ്ദേഹം എന്താണ് ചെയ്തത്? കണ്ടിന്യൂസ് ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തു. തൻ്റെ സമയം വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു, ആത്മാർത്ഥമായിട്ട്. ഇന്ന് സഞ്ജു സാംസന്റെ വിജയത്തിന് പിന്നിൽ ഉള്ള ഒരു യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് സ്ഥിരതയാണ്, കൺസിസ്റ്റൻസി. വിജയിക്കാൻ കഴിവ് മാത്രം മതിയാകില്ല, ക്ഷമയും വേണം, കൺസിസ്റ്റൻസിയും വേണം. അതുതന്നെയാണ് വിജയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. നമ്മളിൽ പലരും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ശ്രമം പരാജയപ്പെട്ടാൽ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു.
വിമർശനം കേട്ടാൽ നമ്മൾ വഴിമാറുന്നു. അവസരം ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ നിരാശപ്പെടുന്നു. സത്യമല്ലേ? പക്ഷേ എന്നാൽ സഞ്ജുവിൻ്റെ കഥ നമ്മളോട് പറയുന്ന മറ്റൊന്നാണ്. സമയം വൈകാം, പക്ഷേ ശ്രമം സത്യസന്ധമായാൽ വിജയം വരും. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഥ കേൾക്കുന്ന എല്ലാ യുവാക്കളോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാം, ഒരു ജോലി തേടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വപ്നം പിന്തുടരുന്ന ഒരാളായിരിക്കാം. നിങ്ങളിന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒരിക്കൽ നിങ്ങളുടെ ശക്തിയായിട്ട് മാറും. വിശ്വസിക്കുക, പരാജയങ്ങൾ നിങ്ങളെ നിർത്താൻ വന്നതല്ല, നിങ്ങളെ കൂടുതൽ ശക്തമാക്കാനായിട്ട് വന്നതാണ്. സഞ്ജു സാംസൺ ചെയ്തതുപോലെ ക്ഷമയോടെ, വിനയത്തോടെ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് വിജയം വൈകാം, പക്ഷേ വരാതിരിക്കില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇന്ത്യ ലോകകിരീടം നേടി, എന്നാൽ ഒരു മലയാളികൾക്ക് ഇതിലും വലിയൊരു സന്തോഷം ഇല്ല എന്ന് പറയാം. നമ്മുടെ സ്വന്തം നാട്ടിലെ ഒരു കുട്ടി ലോക ക്രിക്കറ്റിൻ്റെ വേദിയിൽ തൻ്റെ പേര് സ്വർണ്ണ അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയിരിക്കുകയാണ്. മാൻ ഓഫ് ദി ടൂർണമെൻ്റായി. ഇത് വെറും ഒരു ക്രിക്കറ്റ് കഥയല്ല, ഇത് സ്വപ്നം, ക്ഷമ, പരിശ്രമം, സ്വഭാവം, ഈ 4 കാര്യങ്ങളുടെ ഒരു വിജയകഥയാണ്. നിങ്ങളും ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കേണ്ടത് ഒരു കിരീടം മാത്രമല്ല, ഒരു സന്ദേശമാണ്. സ്വപ്നം കാണുക, അത് വേണ്ടി പ്രയത്നിക്കുക, ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ സമയം ഒരു ദിവസം വരുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക, അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. ഒരു ദിവസം പോലും അതിനുവേണ്ടി പ്രയത്നിക്കാതിരിക്കരുത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഇത് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഓരോരോ ഗോൾ സെറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് സ്ട്രക്ചറായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പോകാം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കോഴ്സ് റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ ബുക്ക് ഉടനെ റിലീസാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പല ജീവിത കഥകളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ലക്ഷ്യങ്ങളും നമ്മൾ പാതി വഴി ഉപേക്ഷിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പം എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വരുമ്പം പിന്നെ അങ്ങ് വിട്ടുപോകും. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 2-3 തോൽവികൾ ഉണ്ടാകുമ്പോൾ നമ്മളതങ്ങ് കളയും. ഇത് പലപ്പോഴും നമ്മുടെ ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ ഗോളിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും നമ്മളോട് നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ആര് വേണമെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കോട്ടെ, ലോകത്തുള്ള എല്ലാ ആളുകളും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കോട്ടെ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുവേണ്ടി പ്രയത്നിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിമാർക്കബിൾ ചേഞ്ച്, നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത ചേഞ്ചുകൾ നമുക്ക് ലോകത്തുണ്ടാക്കാനായിട്ട് പറ്റും. ഒത്തിരി കാര്യങ്ങൾ നേടാനായിട്ട് പറ്റും. അങ്ങനെ നേടിയിട്ടുള്ളൊരു വ്യക്തിയും കൂടാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ട് അത് നേടാനായിട്ട് കഴിയും. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്.